നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സ്ഥാപനങ്ങളുടെ NABH മൂല്യനിർണ്ണയം ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ നടന്നു. മൂന്നാം ഘട്ട മൂല്യനിർണ്ണയമാണ് ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്നത്. ജില്ലയിലെ തെരഞ്ഞെടുത്ത ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സ്ഥാപനങ്ങളെ NABH നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാം ഘട്ട മൂല്യനിർണ്ണയം ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ നടന്നു. ദേശീയ ആയുഷ് മിഷനുമായി സഹകരിച്ച് 163 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങളെ NABH നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിലെ 11 ആയുഷ് സ്ഥാപനങ്ങളിൽ അസസ്മെന്റ് നടക്കുന്നത്. അക്രഡിറ്റേഷൻ നൽകുന്നതിന് മുൻപായി സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, രോഗി സൗഹൃദം, സുരക്ഷ, ഫാർമസ്യൂട്ടിക്കൽ ഗുണനിലവാരം, അണുബാധ നിയന്ത്രണം എന്നിവ NABH മാനദണ്ഡങ്ങൾക്കനുസൃതമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. NABH നാഷണൽ അസസർ ഡോക്ടർ അഞ്ജലി NABH സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. NABHനെ കുറിച്ച് പറയുകയാണെങ്കിൽ NABH ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഗവേണിംഗ് ബോഡിയാണ്. പേഷ്യൻ്റ് സർവീസ്, അതായത് ക്ലിനിക്കൽ സർവീസും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, പേഷ്യൻസിന് ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും സേഫായിട്ടുള്ളതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതുമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ NABH ഈ ഒരു അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പ്രോമിസ് ചെയ്യുന്നത്, എന്താണ് അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു താരതമ്യ പഠനം അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷനാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയകൃഷ്ണൻ KVP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പൊതൂർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ്, വാർഡ് മെമ്പർ ഹരിശ്രീ എന്നിവർ പ്രസംഗിച്ചു. ISO സർട്ടിഫിക്കേഷൻ അടക്കം നമ്മൾ ഇതിനകത്തൊരു നല്ല രീതിയിലേക്ക് കയറ്റം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷം മുഴുവൻ നല്ല ഭംഗിയാക്കാൻ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണിത ബിൽഡിംഗാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത് ചെയ്യണം, എന്തെല്ലാം ഇനി ഇതുമായിട്ട് എന്തെങ്കിലും പുതിയ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ എന്താ ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അടുത്ത നാളുകളിൽ അത് പൂർത്തിയാക്കും. എന്തായാലും ഈ വർഷം നല്ലൊരു ഫണ്ട് നമ്മൾ ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രിയിലൊക്കെ നമ്മൾ ISO സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മളത് പ്ലാൻ ചെയ്ത് നമ്മൾ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് ഫേസിൽ 6 ആയുർവേദ സ്ഥാപനങ്ങളും 4 ഹോമിയോ സ്ഥാപനങ്ങളുമാണ് NABH അക്രഡിറ്റേഷന് പോകുന്നത്. അതിൽ ആരക്കുഴ പഞ്ചായത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് വഴി നമ്മുടെ സേവനങ്ങൾ, സ്ഥാപനത്തിന് നൽകുന്ന സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നു. തുടർന്ന് ആരക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയറാണി സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖ അവതരിപ്പിച്ചു. ഡോക്ടർ ആശാമോൾ, ഡോക്ടർ ജിൻസി, ഡോക്ടർ ജിൻഷ എന്നിവരും ആശാപ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം, ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.